ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു മദ്രാസി. ഇന്ന് നമ്മൾ പാല വരെ പോയിട്ടുണ്ട്. പാലായിൽ ചെന്നപ്പം ഒരു ഫേമസ് പാപ്പച്ചൻ ചേട്ടൻ്റെ ഒരു ഗോലി സോഡ കടയുണ്ട്. അല്ല, പാപ്പച്ചൻ ചേട്ടൻ്റെ സോഡയ്ക്ക് എന്താ ഇത്ര പ്രത്യേകത വെച്ചാൽ അതിലൊരു സ്പെഷ്യൽ രുചിക്കൂട്ട് പുള്ളിയായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത രുചിക്കൂട്ടുണ്ട്. അതും ഇഞ്ചി നീരൊക്കെ ചേർത്ത് ഒരു സോഡ നാരങ്ങ പറയുമ്പോൾ ഗോലി സോഡ. പാലായിലെ ഏക ഗോലി സോഡ കട ഇതാണ്. ഇത് നേരത്തെ ഒരു ഗോലി സോഡ ഫാക്ടറി ആയിരുന്നു പുള്ളി. ഇത് ഓൾമോസ്റ്റ് 47 വർഷമായിട്ട് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ. അങ്ങനെ നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ നമ്മുടെ നാരങ്ങയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇത് ഞാൻ മാത്രമല്ല, ഇത് ചെക്ക് ചെയ്ത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് കസിൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഞങ്ങളൊരു 4-5 പേരുണ്ട് ഇന്നത്തെ ഒരു പാപ്പച്ചൻ ചേട്ടൻ്റെ ഒരു സോഡ ലൈമ് ചെക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ചേട്ടൻ ഗ്ലാസും ഡിഷസ് എല്ലാം നീറ്റായിട്ട് വാഷ് ചെയ്ത് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചേർക്കാൻ പോകണതെന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചേട്ടൻ നാരങ്ങയൊക്കെ ഓരോന്ന് എടുത്ത് പിഴിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പ്രായത്തിലും ഇത്രയും ഒരു എനർജറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാ പറയുന്നത്, എക്സ്പീരിയൻസ് ഉണ്ട് പുള്ളിക്ക്. എന്നാലും ഈ ഏജിലും ഇത്ര ഒരു എനർജി ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നതായാലും ശരി, അതേപോലെ ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി, ഭയങ്കര സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമ്മുടെ ചേട്ടൻ നല്ല ഇഞ്ചി നീരല്ല, നമ്മൾ ആ മറ്റേ പഞ്ചസാര കലക്കി വെച്ചേക്കുന്ന ആ ലൈനി ഒഴിക്കുവാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് എന്ത് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. യെസ്, അങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ തല്ലി പൊട്ടിച്ച് ഗ്ലാസ്സിൽ കൂടെ ഇട്ടിട്ട് നമ്മുടെ ഇഞ്ചി നീര് എന്തോ ഒരു പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ 100% ഓർഗാനിക്കാണ്. ഇത് നേരെ ഫ്രഷായിട്ട് പുള്ളി ഇഞ്ചി ചതച്ച് നീരാക്കി കൊണ്ടുവരുന്നതാണ് വീട്ടിൽ നിന്ന്. അതെല്ലാം കൂടി ഓരോ ഗ്ലാസ്സിൽ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ ആഡ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഇഞ്ചി നീര് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുൾ ഇഞ്ചി ഒഴിച്ചത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് പുള്ളി. ഇനി അടുത്തത് എന്താ ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പാപ്പച്ചൻ ചേട്ടൻ്റെ ഒരു സീക്രട്ട് മിക്സാണ്. ഇതാണ് ഈ കടയിൽ ഏറ്റവും വ്യത്യസ്തമായത്. ഇത് എന്താണെന്നുള്ളത് അത് കമ്പനി സീക്രട്ടാണ്. പുള്ളിയുടെ ഒരു മിക്സ് ചെയ്യുന്നുണ്ട്, ഇഞ്ചി നീരുടെ കൂടത്തിൽ ആഡ് ചെയ്യുന്നുണ്ട്. യെസ്, അങ്ങനെ സീക്രട്ട് മിക്സിൻ്റെ കഴിഞ്ഞ് കസ്കസ് ഇടുന്നുണ്ട്. കസ്കസ് അറിയാമല്ലോ, നമുക്ക് എല്ലാ ഷോപ്പിലൊക്കെ ഇത് ഇടുന്നതാണ്. അങ്ങനെ കസ്കസ് ആഡ് ചെയ്തിട്ടുണ്ട് പുള്ളി. ഇത് അടുത്തത് എന്താ ആഡ് ചെയ്യുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി യെസ് കറക്റ്റ്, ഉപ്പാണ്. ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വട്ടസോഡയെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുന്നതല്ലേ? കാണിക്കായിരുന്നു അല്ലേ? അങ്ങനെ ഫൈനലി എല്ലാ മിക്സും കഴിഞ്ഞ് നമ്മുടെ മെയിൻ ഐറ്റം എടുത്തിരിക്കുവാണ് ഗോലി സോഡ. കണ്ടോ, ആ ഗോലി അങ്ങ് കൈ വെച്ച് അങ്ങ് പ്രസ് ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ എയറിൻ്റെ ഫോഴ്സ് കാണുമ്പോൾ അറിയാം ആ സോഡയുടെ ഗ്യാസ് എത്രമാത്രം ഉണ്ടാകുമെന്ന്. അത് മിക്സ് ചെയ്യുകയാണ്. കണ്ടോ, പുള്ളിയുടെ സ്റ്റൈല് കണ്ടോ,
വേറെ ലെവലാണ് പുള്ളി. ഗൈസ്, അങ്ങനെ നിങ്ങൾ പാലാ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാപ്പച്ചൻ ചേട്ടൻ്റെ ഗോലി സോഡ ഒന്ന് ട്രൈ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പാല അലൻസോളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നമ്മുടെ ആശുപത്രിപ്പടി ദേമാനിസാറ്റ് ഷെൽട്ടർ ബസ് ഷെൽട്ടറുടെ തൊട്ട് സൈഡിൽ തന്നെയുണ്ട്. നമ്മുടെ കസിൻ ഇത് ട്രൈ ചെയ്തു, അടിപൊളിയാന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. താങ്ക്